ഉഴുന്ന് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം കഴുകി വാർത്തെടുക്കുക. ഉഴുന്ന് അത്യാവശ്യം കുതിർന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളം അരിച്ചെടുക്കാവുന്നതാണ്. ഉഴുന്ന് 2 ഐസ് ക്യൂബും 2 സ്പൂൺ വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. അരച്ചെടുത്ത ഉഴുന്നിലേക്ക് ഒരു 3 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുക. എന്നിട്ട് രണ്ടും മിക്സ് ചെയ്തെടുക്കുക. അരച്ച ഉഴുന്നിലേക്ക് സവാള, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞത്, വേപ്പില എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. ഈ കൂട്ട് ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കുക. ഉഴുന്നുവടയുടെ കൂടെ സൈഡായി നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. തേങ്ങാ ചമ്മന്തിക്കായിട്ട് പച്ചമുളക്, ഇഞ്ചി, പുതിന എന്നിവ എടുത്ത് പിന്നെ തേങ്ങ മിക്സ് ചെയ്യുക. പച്ചമുളക്, ഇഞ്ചി, പുതിന എന്നിവയിലേക്ക് തേങ്ങയും വേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇവ മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് തൈരും ഉപ്പും ചേർത്ത് വീണ്ടും അരച്ചെടുക്കുക. ചെറിയ പുളിരസത്തിന് ചമ്മന്തിക്ക് ചെറിയ പുളിരസം, തൈര് രസം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തൈര് ചട്ടണി അല്ലെങ്കിൽ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാവെടുത്ത് കുഴികളാക്കി ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ടേസ്റ്റി ക്രഞ്ചി ഉഴുന്നുവട ഈസ് റെഡി.